ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ പുതിയ പേര് ഔറംഗാബാദ് സിറ്റീൻ്റെ പുതിയ പേര് ഛത്രപതി ശാംബാജി നഗർ. അപ്പം ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ നിന്നാണ് നമുക്ക് എലോറ കേവ്സിലേക്ക് പോകേണ്ടത്. എലോറ കേവ്സിലേക്ക് 40 കിലോമീറ്റർ മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകുന്നുണ്ട്. 1 മണിക്കൂർ മാക്സിമം 1.25 മണിക്കൂർ എടുക്കും, അത്രയേ ഉള്ളൂ. ബസ് പിടിച്ച് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സി പിടിച്ച് പോവാം. ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോവാം. ഔറംഗാബാദിൽ കാണേണ്ടത് എലോറ കേവ്സ്, പിന്നെ അജന്ത കേവ്സ് കുറച്ച് ദൂരമാണ്. 150 കിലോമീറ്റേഴ്സ് ഏകദേശം ഉണ്ട്. ഔറംഗാബാദ് സിറ്റി തന്നെ കാണാനില്ല മറ്റൊരു അട്രാക്ഷൻ മ്യൂസിയം ഉണ്ട്, ഒരു ഫോർട്ട് ഉണ്ട്, ഔറംഗാബാദ് ഫോർട്ട് അല്ലെ ദൗലതാബാദ് ഫോർട്ട് എന്ന് പറയും. പിന്നെ ബീബി കാ മക്ബറ, ഒരു താജ്മഹലിൻ്റെ ഒരു മിനിയേച്ചർ ചെറിയൊരു വേർഷൻ ഔറംഗസീബ് ഉണ്ടാക്കിയതാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഒരു മോണിമെൻ്റ് ഉണ്ടാക്കിയതാണ്, താജ്മഹലിൻ്റെ ഒരു മോഡൽ. ഈ കാര്യങ്ങളെല്ലാം ഔറംഗാബാദിൽ കാണാനില്ല. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എലോറ കേവ്സ് കാണേണ്ട ഒരു കാഴ്ചയാണ്. എലോറ കേവ്സ് ഇവിടെ നമ്മൾ ഫ്രണ്ടിലിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കൈലാഷ് ടെമ്പിളാണത്, കൈലാഷ് അമ്പലം. ഇത് ഒരു മൗണ്ടനിൽ കൊത്തിയെടുത്ത ഒരു അമ്പലമാണ്, ഫുള്ളായിട്ട് കാർവ് ചെയ്ത് കൊത്തിയെടുത്ത അമ്പലമാണ്. ശരിക്കും ഒരു നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു അമ്പലമാണ് ഇത്. എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് തന്നെ ഒരു രീതിയിലും മനസ്സിലാവില്ല. 2 ഫ്ലോറായിട്ടാണ് ഉള്ളത്. താഴെ ബേസ്മെൻറ്റ്, ഗ്രൗണ്ട്, ഫസ്റ്റ് ഫ്ലോർ. പിന്നെ ഇതിൻ്റെ മുകളിൽ, കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്നുള്ള ഫുൾ വ്യൂ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എലോറയിൽ കാണാനുള്ളത്. ഇത് കേവ് നമ്പർ 16 ആണ് ഈ കാണുന്ന എലോറയിൽ. വേറെയും ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് കേവ്സ് ഉണ്ട്. റൈറ്റിൽ ബുദ്ധിസ്റ്റ് കേവ്സ് ആണ്, ബുദ്ധിസ്റ്റ് മതത്തിൻ്റെ കേവ്സ് ആണ്. ലെഫ്റ്റിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു മതത്തിൻ്റെ കേവ്സ് കിട്ടും, അതുപോലെ ജെയിൻ മതത്തിൻ്റെ കേവ്സ് കിട്ടും. ജെയിൻ മതത്തിൻ്റെ കേവ്സിൽ ജെയിൻ റിലീജിയനായിട്ട് ബന്ധപ്പെട്ട് അവരെ ദൈവങ്ങളും അവരെ ടെമ്പിൾ ഓഫ് വേർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജെയിൻ മതത്തിൻ്റെ. ഹിന്ദു മതത്തിൽ ഹിന്ദു കേവ്സ്, ഹിന്ദു റിലീജിയൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ശിവലിംഗം, ശിവൻ, ഇങ്ങനെയുള്ള ദേവീദേവന്മാരെ കൊത്തുപണികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹിന്ദു കേവ്സിലുള്ളത്. ബുദ്ധിസ്റ്റ് കേവ്സിൽ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, ബുദ്ധൻ്റെ രൂപങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബുദ്ധിസ്റ്റ് കേവ്സിലുള്ളത്. അപ്പോൾ ഇത് 3 റിലീജിയൻ ഒന്നിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എലോറ കേവ്സിൽ ഉള്ളത്. പോയി കാണുക, നല്ലൊരു അനുഭവമായിരിക്കും കേവ്സ് കാണുന്നത്. കേവ്സ് എന്നല്ല, ഇത് വെറും ഒരു ഗുഹ എന്നല്ല, ഇത് എൻറ്റയർ റോക്കിൽ, എൻറ്റയർ മല അവർ കൊത്തിയെടുത്ത് ഉണ്ടാക്കി വെച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം. ഔറംഗാബാദിലാണിത്. ഈ എലോറ കേവ്സ് ഔറംഗാബാദിൽ നിന്ന് വളരെ അടുത്ത. അതുകൊണ്ട് എലോറ കേവ്സിൽ നല്ല തിരക്കുണ്ടാവലുണ്ട്, നല്ല ഫുട്ഫോൾ ഉണ്ടാവലുണ്ട്. നമ്മൾ നേരത്തെ പോകണം. 9 മണിക്ക് തുറക്കും. ട്യൂസ്ഡേ അല്ലെ ചൊവ്വാഴ്ച ലീവാണ് എലോറ കേവ്സ്. 9 മണിക്ക് തുറക്കുമ്പോൾ രാവിലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഔറംഗാബാദ് ഫുള്ള് കവർ ചെയ്ത് കണ്ട് തീർക്കാം. എലോറ കേവ്സിൽ ഒരു 2 മണിക്കൂർ അല്ല മാക്സിമം 3 മണിക്കൂർ ചിലവഴിച്ച് അത് കഴിഞ്ഞ് നിങ്ങൾ ബ്രേക്ക് എടുത്ത് കഴിക്കുകയെല്ലാം ചെയ്ത് അടുത്ത നിങ്ങളൊരു ഉച്ചക്കൊരു 2 മണിയെല്ലാം ആകുമ്പോൾ ദൗലതാബാദ് ഫോർട്ടും കണ്ട് ബീബി കാ മക്ബറയും കണ്ട് നിങ്ങൾക്ക് മ്യൂസിയവും കണ്ട് ഔറംഗാബാദിൽ അവസാനിപ്പിക്കാം. പിറ്റേ ദിവസം നിങ്ങൾക്ക് അജന്ത കേവ്സിലേക്ക് പോവുക. കാരണം അജന്ത കേവ്സിലേക്ക് 3 മണിക്കൂർ യാത്രയുണ്ട്. നിങ്ങൾ ട്രാൻസ്പോർട്ട് ബസ് പിടിച്ച് പോവുകയാണെങ്കിൽ 3 മണിക്കൂറിൻ്റെ മുകളിൽ പിടിക്കും. അപ്പം അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാം. കൈലാസ് ടെമ്പിളിൽ നല്ല തിരക്കാണ് ഉള്ളിൽ. രാവിലെ പോയി കഴിഞ്ഞാലാണ് 9 മണിക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ തിരക്ക് കുറയും. അതുപോലെ ഇവിടെ കാര്യങ്ങളെല്ലാം നമുക്ക് മെല്ലനെ കണ്ട് മനസ്സിലാക്കി നടക്കുക. തിരക്കാവുമ്പം ഭയങ്കര ഒച്ചയും ബഹളവും, നമ്മൾ പോകുന്നിടത്തെല്ലാം ആളും, മുകളിൽ കയറുമ്പോൾ അവിടെയും തിരക്ക്, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം എത്രയും പെട്ടെന്ന് രാവിലെ എത്തുക, 9 മണിക്ക് തന്നെ എത്തുക.
കാരണം ഇവിടെ നല്ല ആൾക്കാർ വരുന്നുണ്ട്, സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്, ചെറിയ മക്കൾ വരുന്നുണ്ട്, സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനെ ട്രിപ്പ് കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ലീവിൻ്റെ ദിവസമാണെങ്കിൽ തിരക്ക് കൂടും. അതുകൊണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് കാണുക. ഓക്കേ. ഇത് കൈലാഷ് അമ്പലത്തിൻ്റെ ഉള്ളിലാണിത്. അപ്പം ഇതൊരു ഹിന്ദു ടെമ്പിളാണ്. വലിയൊരു അമ്പലം, 2 സ്റ്റോറി എന്ന് പറയുക. താഴെയുണ്ട്, മുകളിലുണ്ട്. പിന്നെ 3rd സ്റ്റോറി എടുത്തിട്ടില്ല, പക്ഷേ ബാൽക്കണി ഉണ്ട്. മുകളിൽ നോക്കിയാൽ നല്ല വ്യൂവാണ്. വലിയൊരു അമ്പലമാണ്. കുറേ പില്ലേഴ്സും കുറേ ആനേൻ്റെ പ്രതിമയും പിന്നെ മറ്റുള്ള ദൈവങ്ങളെ കൊത്തുപണിയെല്ലാം ആയിട്ടുള്ള ഒരു വമ്പ ഹിന്ദു ടെമ്പിള്. നമ്മളൊന്നും ഇങ്ങനത്തെ ഒരു ഹിന്ദു ടെമ്പിള്, ഞാൻ തന്നെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഹിന്ദു ടെമ്പിൾ കാണുന്നത്. അതും ഫുള്ള് കൊത്തിയെടുത്ത് വെച്ച ഈ ഹിന്ദു ടെമ്പിൾ. അതുപോലെ ഇവിടെ ഡേ ടൈം അതിൻ്റെ പുറത്ത് വേറെ ഒരു കളറായിരിക്കും. ഒരു പാറേൻ്റെ അതേ കളർ കിട്ടും. വൈകുന്നേരം ആകുമ്പം ഈ സൂര്യൻ അസ്തമിച്ച് വരുമ്പം ഒരു ഓറഞ്ച് കളറടിക്കും പാറക്ക്. അപ്പോൾ അതും കാണാൻ നല്ല രസമാണ്. വൈകുന്നേരത്തെ കാഴ്ചയും ഉച്ചകത്തെയും രണ്ടും രണ്ട് കോൺട്രാസ്റ്റിലാണ് വരിക. ഉള്ളിലല്ല, പുറത്തില്ല കാഴ്ച. സൂര്യൻ്റെ റേസ് അല്ലെങ്കിൽ സൂര്യൻ ഇങ്ങോട്ട് അതിനെ അടിക്കുമ്പം, മലേൻ്റെ മുകളിൽ സൂര്യൻ്റെ കിരണങ്ങൾ അടിക്കുമ്പോൾ ഇല്ല ഒരു കാഴ്ചയുണ്ട്, വ്യൂ. രണ്ട് കോൺട്രാസ്റ്റ്, രണ്ട് കളേഴ്സിലാണ് വരിക. അപ്പം അതും കൂടെ നിങ്ങൾ വൈകുന്നേരം കാണുമെങ്കിൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാണാൻ പറ്റുമെങ്കിൽ നല്ല രസമാണ് അത്. अरे यहाँ की नहीं, पुरानी है, आज की नहीं है, पुरानी 200 रुपये की रोटी का। ഞാൻ പോയെന്ന് നല്ല തിരക്കാണ്, അത് കണ്ടില്ലേ, ആള് ഫുള്ളാണ്. സ്കൂൾ കുട്ടികളും ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാം എടുക്കുമ്പം ഫുൾ തിരക്കാണ് എല്ലായിടത്തും. മുകളിൽ കയറുകയാണെങ്കിൽ അവിടെയും ഫുൾ തിരക്കാണ്. അപ്പം നമുക്ക് വീഡിയോ എല്ലാം എടുക്കണേ കുറച്ച് നേരത്തെ എത്തണം. ഞാനാണെങ്കിൽ വൈകുന്നേരം 5 മണിയായി എത്തുമ്പം, ക്ലോസിങ് 6 മണിക്കാണ്, 5 മണിയായി എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് കാണാൻ 1 മണിക്കൂറേ ഉണ്ടായിരുന്നല്ലോ. ഈ കൈലാഷ് അമ്പലം കാണാൻ തന്നെ ഒരു 3/4 മണിക്കൂറോളം ഏകദേശം. നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ
മുക്കാല് വെറുതെ ഓടിച്ചാടി പെട്ടെന്ന് കണ്ടുപോകാനാണെങ്കിൽ വലിയ അർത്ഥവും ഇല്ല. ഇതിൽ കുറേ കൊത്തുപണികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. മുകളിലും താഴെയെല്ലാം കയറി നോക്കുകയാണെങ്കിൽ കുന്നിൻ്റെ മുകളിൽ കയറി ടോപ്പിലുള്ള വ്യൂ എല്ലാം കാണണമെങ്കിൽ 1 മണിക്കൂറിൻ്റെ മുകളിൽ വേണം. അപ്പോൾ ഞാനിത് 5 മണിക്ക് എത്തിയോണ്ട് 6 മണീൻ്റെ ഉള്ളിൽ ഇത് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കവർ ചെയ്ത് വന്നതാണ്. അതുപോലെ ഞാൻ ഈ കൈലാസ അമ്പലവും പിന്നെ റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ബുദ്ധമതത്തിൻ്റെ ആ ഒരു മൊണാസ്ട്രി എല്ലാം ഉണ്ടല്ലോ, ആ ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ലെഫ്റ്റിലോട്ടുള്ള കേവ്സിൽ ഞാൻ കവർ ചെയ്തിട്ടില്ല. ഞാൻ ഇതിന് മുന്നേ പോയപ്പം കുറച്ച് വർഷങ്ങൾ മുമ്പേ പോയപ്പോൾ അത് കണ്ടിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം പോയപ്പം ഈ ലെഫ്റ്റിൽ ജെയിൻ ആൻഡ് ഹിന്ദു കേവ്സ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണുക, കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. സമയം എടുത്തിട്ട് കാണണം, എന്നാൽ പിന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഗൈഡ് ഉണ്ട്, പ്രൊഫഷണൽ ഗൈഡ് അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് ഗൈഡിനെ മാത്രം ഉപയോഗിക്കുക. അല്ലാത്ത ഗൈഡ് എന്ന് പറഞ്ഞ് നമ്മളുടെ മുമ്പിൽ സമീപിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വെറുതെ 200 500 തോന്നിയ വില പറയും, എന്തെങ്കിലും എല്ലാം പറഞ്ഞു തന്നിട്ട് അവർ വിടും. പക്ഷെ നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് ഗൈഡിനെ എടുക്കുകയാണെങ്കിൽ എനിക്കൊന്ന് നല്ല പൈസയുണ്ട്, 2000 2500 ആ റേറ്റ് ഉണ്ട് ഓത്തറൈസ്ഡ് ഗൈഡ്. പക്ഷെ അവരെടുത്ത് ഫുൾ മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവർ നമുക്ക് കൂടെ നിന്ന് പറഞ്ഞു തരും. ഇനി നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ വീഡിയോന് അല്ലെങ്കിൽ കോണ്ടന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയാണ് ഗൈഡ് എന്ന് പറഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും. ഗൈഡിനെ വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ചാടി പോകാൻ പറ്റില്ല. ഗൈഡ് പറയുന്ന അനുസരിച്ചിട്ട് അവർ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ചെയ്തു വിടും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് കേവ്സിൽ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ അവർ നമുക്ക് കാണിച്ചു തരും. പിന്നെ നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ കേവ്സിൽ, അതെല്ലാം ഗൈഡ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഗൈഡിനെ എടുക്കുമ്പോൾ റിസപ്ഷൻ കൗണ്ടർ അല്ലെങ്കിൽ ബുക്കിംഗ് കൗണ്ടറിൽ അന്വേഷിച്ചാൽ മതി. അവരേതായിട്ടുള്ള ഓത്തറൈസ്ഡ് ഗൈഡ്സ് ഉണ്ടാവും. അവരെ നമുക്ക് അവിടെ തന്നെ പൈസ കൊടുത്ത് ഫീസ് അടച്ച് ഓത്തറൈസ്ഡ് ഗൈഡ്സിനെ നമുക്ക് കൂടെ കൂട്ടാം. അതല്ല അൺഓത്തറൈസ്ഡ് അല്ലെ പുറത്തുനിന്നില്ല ഏതെങ്കിലും ഒരാൾ വേണമെങ്കിൽ അതും അങ്ങനെയുണ്ട് അവിടെ. പക്ഷേ അത് എത്രത്തോളം ഇൻഫർമേഷൻ ജെന്യൂൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അവർ ഈ കണ്ടുപിടിച്ച ആ നാട്ടിലെ ആൾക്കാരായിരിക്കാം, അവിടെ ഇല്ല താമസക്കാരായിരിക്കാം. അവർ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് പറഞ്ഞുതരാം, അവരുടെ അടുത്തില്ല ഇൻഫർമേഷൻ വെച്ചിട്ട് പറഞ്ഞു.
Close. બેહો બેહો તમે જવાય એટલું જોગાય ત્યાં બધું આપણે જોઈ આપણે ઓલા કોઈ દે बाहर तुम्हारे पास